ഈ മണ്ണിൽ എളുപ്പം പിടികിട്ടാത്ത വിസ്മയമാണ് തേനീച്ചകളുടെ ജീവിതം. ഗൾഫ് മണ്ണിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ അവയെ പരിലാളിച്ച് തേനെടുക്കുന്നതിൽ വിജയം കൈവരിച്ച ജോൺസൺ എന്ന മലയാളിയുടെ ജീവിതത്തിലേക്കാണ് ഇനി. കേരളത്തിന്റെ അരിതാഭ പകർത്തിവെച്ച സലാലയുടെ വിസ്മയ പെരുമകൾ അവസാനിക്കുന്നില്ല. കേരവൃക്ഷത്തിന്റെയും മരുഭൂമിയെ നാണിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുടെയും നാടിന് തേനൂറുന്ന വിഭവ കാഴ്ചകളുടെയും കഥ പറയാനുണ്ട്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും യഥേഷ്ടം വിളയുന്ന സലാലയുടെ മണ്ണിൽ തേനിന്റെയും തേനീച്ചയുടെയും ഉൽപാദനത്തിലേർപ്പെട്ട ഒരു മലയാളിയെ നമുക്ക് പരിചയപ്പെടാം. സ്വദേശി പൗരന്റെ തോട്ടത്തിൽ തേൻ കൃഷിയിലേർപ്പെട്ട കൊല്ലം ഐരൂർ സ്വദേശി ജോൺസൺ കഴിഞ്ഞ 12 വർഷമായി സലാലയിലുണ്ട്. ജോൺസൺ എത്തുമ്പോൾ 100 തേൻകൂടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 600 കവിഞ്ഞിരിക്കുന്നു. വലിയ തേൻകൂടുകളായതിനാൽ ഈ പെട്ടികളിൽ നിന്ന് വർഷത്തിൽ 3 ടൺ വരെ തേൻ ശേഖരിക്കുവാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച തേൻ തന്നെയാണ് സലാലയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നാട്ടിലേതിൽ നിന്ന് വ്യത്യസ്തമായി ആംഗ്ലോ യൂറോപ്യൻ ഇനമായ മെലിഫ്ര തേനീച്ചകളെയാണ് ഇവിടെ വളർത്തുന്നതും. അത്യുൽപാദന ശേഷിയുള്ള ഈ ഇനം തേനീച്ചകൾ ആക്രമണകാരികൾ കൂടിയാണ്. ആവശ്യമായ മുൻകരുതൽ എടുത്തു വേണം ഇവയെ പരിചരിക്കാനെന്ന് ജോൺസൺ പറയുന്നു. വാതരോഗത്തിന് ഇത്തരം തേനീച്ചകളുടെ വിഷം ഔഷധമായതിനാൽ ഇവയെ ചികിത്സാർത്ഥവും ഉപയോഗിക്കുന്നുണ്ട്. സലാലയിലെ പച്ചക്കറി തോട്ടങ്ങളിൽ പറന്നു നടന്ന് മധു ശേഖരിക്കുന്ന ഇവ പരാഗണത്തിനും കർഷകരെ സഹായിക്കുന്നു. ചിലപ്പോൾ സീസൺ അനുസരിച്ച് കൂടുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കും. ജബലുകളിൽ നിന്ന് ശേഖരിക്കുന്ന തേനിനാണ് ഗുണമേന്മ കൂടുതൽ. തേനീച്ചകൾ മധു ശേഖരിക്കുന്ന പൂവുകൾക്കനുസരിച്ച് തേനിന്റെ നിറത്തിലും ഗുണത്തിലും വ്യത്യാസം വരും. സാത്, സിദിർ, തൂൺ, സുമർ, ലുബാൻ എന്നിങ്ങനെ 5 തരം തേനുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവയിൽ സിദർ, സാത് എന്നീ ഇനങ്ങൾക്ക് കിലോയ്ക്ക് 30 ഒമാനി റിയാൽ വരെ വിലയുണ്ട്. മറ്റുള്ളവ കിലോയ്ക്ക് 20 റിയാലിന് ലഭിക്കും. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിലധികവും മൊത്തമായി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നതും. ഇതാണ് പിന്നീട് പല ബ്രാൻഡുകളിലായി വിപണിയിൽ ലഭ്യമാകുന്നത്. തേൻ ഉൽപാദനത്തെക്കാൾ ഉപരി തേനീച്ചകളെയും റാണി ഈച്ചകളെയും ഉൽപ്പാദിപ്പിക്കുന്ന ക്രാഫ്റ്റിംഗ് വഴിയാണ് ഇവർ കൂടുതൽ വരുമാനമുണ്ടാക്കുന്നത്. ഒരു കൂട്ടിലെ ഒരു റാണിയെ കാണാൻ പാടുള്ളൂ. ഈച്ചയുടെ ഒരു ഇതാണ്. 2 റാണി ഉണ്ടെങ്കിൽ കുത്തി ഒന്നിനെ കൊന്നു. ഏത് സ്ട്രോങ് ആണോ അവര് ജീവിക്കും, മറ്റേതിനെ കൊന്നു. റാണി ഉൾപ്പെടെ ഒരു പെട്ടി തേനീച്ച സെറ്റിന് 130 റിയാലിനാണ് ഇവർ കർഷകർക്ക് നൽകുന്നത്. മലയാളി കർഷകനായ ജോൺസൺ അറിയപ്പെടുന്ന തേനീച്ച കൃഷി പരിശീലകൻ കൂടിയാണ്. കാര്യക്ഷമവും സമർപ്പണത്തോടെയുള്ള പ്രവർത്തനവും വഴി സലാലയിൽ മധുവിപ്ലവത്തിനൊരുങ്ങുകയാണ് കാർഷിക കുടുംബാംഗമായ ഈ 45-കാരൻ. മണ്ണും നദിയുമാണ് ഒരു ജനതയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. ദുബൈ കണ്ടവർക്കും കേട്ടറിഞ്ഞവർക്കും അബ്രയെ മറക്കാൻ പറ്റില്ല. മരുഭൂമിയുടെ ധമനികളിലൂടെ ചാലിടുന്ന ആ നദിയിലേക്കും അതിൻ്റെ തീര